വീഴോ? ആ വേറെ എന്താ പേര്? തമിഴ്നാട് രജിസ്ട്രേഷൻ കേട്ടോ. ഫുള്ള് തമിഴ്നാട് രജിസ്ട്രേഷൻ കേട്ടോ അവിടെ. ഞാൻ ഇതുവരെ എത്തിയുള്ളൂ കേട്ടോ. എനിക്കത്ര ധൈര്യമല്ല. സ്നേഹതീരത്തേക്കാൾ കൂടുതൽ വണ്ടികൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടല്ലേ. ഉണ്ടോ ഈ തെങ്ങ് നോക്കിയേ. ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തെങ്ങും കൂടി വീഴും. ഇതിൻ്റെ ഉള്ളിൽ കുറേ തെങ്ങുകളൊക്കെ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മതിലുണ്ടല്ലോ, ഈ തിണ്ട് ഫുള്ള് വരെ വെള്ളം ഉണ്ടാവും. അപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ശരിക്കും ഗ്രാമീണത എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ കാണുന്നത്. ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. കടലിനോട് ചേർന്നുള്ള റോഡാണ്. ആണോ? ആ നല്ല രസാട്ടോ. അടിപൊളിയാ. കുതിര റൈഡിങ് ഒക്കെ ഉണ്ട്. കുതിരയിലായിട്ട് കൊടുക്കും. ഉണ്ടാവാറ് ചാവക്കാട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളത് ഇവിടെ എത്തിയപ്പോ എന്തോരാൾക്കാരാ. ഇവിടെ കണ്ടമാന ആൾക്കാർ ഇട്ടാ. മറ്റേ സ്നേഹതീരത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് തമ്പാങ്കടവ് ബ്രിഡ്ജും അതുപോലെയുള്ള അതേ ഈ ഒരു ഏരിയ കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. കടലിനോട് ചേർന്ന് വരുന്ന എന്താണ് ഇതിന് പറയാ, അറപ്പാല്ലേ? അറപ്പാന്ന് പറയും. ഇവിടെ ഇനി പാർക്കിംഗ് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അറപ്പത്തോട് പാലം എന്നാണ് ഈ പാലത്തുമ്പോൾ നിന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പുറത്ത് കണ്ടോ ഈ പൊളിഞ്ഞ പാലം ഇപ്പൊ പുതിയതായിട്ട് പണിതാണ്. ഇതിന്റെ സൈഡ് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഈ തെങ്ങുകൾ വളഞ്ഞു നിൽക്കുന്നുണ്ടോ. അതാണ് ആ ഭംഗി. ഓരോ വീഡിയോസിലും നമ്മൾ റീലുകളും കാണുന്ന ആ ഒരു ഭംഗിയുള്ള ഒരു ഏരിയ ഇതാണ് കേട്ടോ. പിന്നെ അവിടെ ഇറങ്ങാം. ആഴല്ല ഇവിടെ പിന്നെ അങ്ങനെ അറിയാലോ. വലിയ ആളില്ല ചേട്ടാ. ആളുകളൊക്കെ കണക്കെ ഇതാണ് ആളുകൾ കുളിക്കുന്ന പറഞ്ഞ. അല്ല ഇവൻ മെയിൻ തെങ്ങുമ്മ കയറി ചാടുന്ന ടീമാണ്. ഞാൻ ഇതാണ് ശരിക്കും അതിന്റെ ഭംഗിട്ടാ. ഫുള്ള് വെള്ളം. ഈ മതിലുണ്ടല്ലോ, ഈ തിണ്ട് ഫുള്ള് വരെ വെള്ളം ഉണ്ടാവും. അപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു പോകുന്നില്ലല്ലോ, അവിടെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് കലങ്ങിയ വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. കോയമ്പത്തൂർ അടുത്ത് പറയുന്നത് കടൽ തീരം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളവിടെ നിന്നപ്പോൾ തമിഴിൽ സംസാരിച്ച ആൾക്കാർ ഭയങ്കര സന്തോഷം. നമ്മളെ നാടിൻ്റെ ഇങ്ങനൊക്കെ സ്ഥലങ്ങൾ പതുക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. തമിഴ്നാട്ടില് ഐ.ടിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെങ്ങടായാലും ട്രാവൽ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതല്ലെങ്കിൽ അവർ വേറെ ഓപ്ഷൻ എടുക്കുമല്ലോ. വർക്കിലേക്കോ കോഴിക്കോട് അവിടെ എങ്ങനെയും പോകും. എന്തിനാ വരുമാനം ഇവിടെയും കൂടി കിട്ടിക്കൂടെ? ഇവിടെ പ്രൈവറ്റ് ആൾക്കാരുടെ സ്ഥലമാണ്. പാർക്കിങ്ങിന് ഫീസ് ഇവിടുത്തെ എല്ലാ കച്ചവടം ഓട്ടോറിക്ഷക്കാർക്കായാലും ഹോട്ടല്. സ്നേഹതീരം വരുന്നവര് ഇവിടെയും കൂടി വന്ന് പോവാതിരിക്കില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു സ്നേഹതീരത്തേക്കാൾ കൂടുതൽ വണ്ടികൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടല്ലേ. കാരണം അത്രയും പിന്നെ പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. രജിസ്ട്രേഷൻ കാറാണ് കിടക്കണം. ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ഈ കണ്ടത്. അതെ ആ ബസ്. നമ്മുടെ കേരളത്തിലെ ബസ് ഒന്നും അയ്യോ ഇത് എങ്ങനെ വണ്ടി എടുക്കും. ചെറിയ പാലായി പോയി. കാരണം ഇനി ആളുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ വലിയ വലിയ ഈ സൈസ് വണ്ടികൾ രണ്ടെണ്ണം ഇത് കൂടെ പോകാൻ പറ്റില്ല.
ശരിക്കും 2 കാറിന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് കാണായിരുന്നു. ഇത് തമിഴ്നാട് രജിസ്ട്രേഷനാണ് കേട്ടോ. അപ്പം ആകെ എടുക്കണ കാറാണ് ബസ്, അത് തമിഴ്നാട് ബസ്സാണ്. നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇത്രയും കളർഫുള്ളായിട്ടൊന്നും ബസ് ഇറക്കൂല. 2 വണ്ടികളുണ്ടല്ലേ. അതെ, ഞാൻ കണ്ടില്ല കേട്ടോ. ഇതാണ് ഗ്രാമീണതാന്നൊക്കെ പറയില്ലേ, കണ്ടാ നോക്കിയടാ അവര്. കണ്ട ആ ആളുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണോക്കെ എനിക്ക് തോന്നുന്നു. നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു ജോഡി ഡ്രസ്സൊക്കെ ആയിട്ട് വന്നേനെ. എനിക്ക് വേണ്ട, അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. അടുത്ത തമിഴ്നാട് രജിസ്ട്രേഷൻ കേട്ടോ. ഫുള്ള് തമിഴ്നാട് രജിസ്ട്രേഷൻ കേട്ടോ അവിടെ. ഇതൊക്കെ L46 എൻ്റെ നാട്. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവന് ഭയങ്കര നാടാണ്. അടുത്ത ട്രിപ്പ് പോവാണ്, മലേഷ്യ പോവാണ്. അപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാണ്ട് വരും. ചാനല് ദ ലൈഫ് ഓഫ് പപ്പ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പം ചാനൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, നിങ്ങളൊന്ന് കയറി കണ്ടോക്ക്. ഇവൻ കാശ്മീരൊക്കെ പോയിട്ടുണ്ട്, കാശ്മീരൊക്കെ പോയി ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ എങ്ങനെ പോയുള്ളത്? ഇന്ത്യയിൽ പലയിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമൊക്കെ ഇറങ്ങി തിരിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. പിന്നെ മലേഷ്യ പോയിട്ട് നല്ല നല്ല വ്ളോഗൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ കാലമായിട്ടുണ്ടല്ലോ ഈ കുറ്റി കണ്ടിട്ട്. ഈ കല്ലല്ലേ ഭയങ്കര വിലപിടിപ്പുള്ള കല്ലാണ്. അപ്പൊ ഹൈവേക്ക് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല, ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടലിങ്ങോട്ട് കയറി കയറി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഇവിടെ നിന്ന് ഹൈവേ വന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സൈഡിൽ കൂടെ അങ്ങനെ നടക്കാട്ടോ. പിന്നെ ഇതിന് ആഴമില്ല കേട്ടോ, ഇത് അടിത്തട്ട് കാണാം. അത് ഞാൻ പറയാതിരിക്കായിരുന്നു നിന്നോടൊന്ന് ചാടാൻ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് ഇത് കാണാനായിട്ട്. അവിടെ ആ തെങ്ങിൻ്റെ മുകളിൽ എൻ്റെ പിള്ളേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ തുഴയാനായിട്ട്. ഞാൻ വീണ് കഴിഞ്ഞ് എന്നെ പിടിച്ചോളട്ടെ, എൻ്റെ ക്യാമറ പെട്ടെന്ന് എടുത്തോളാം വെള്ളത്തിൽ. അവൻ്റെ കണ്ണങ്ങോട്ടാ. ആ വീട്ടിൽ പ്രാവ് ഉണ്ടെന്നറിയേ. ഇത് അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവാം, നമുക്ക് എന്തായാലും പോവാം. നീ എന്തായാലും ഈ ചെറിയ പിള്ളേരെ പോലെയാണ്. ഭൂമിയുടെ ഒരു വാട്ടർ ലെവലില്ലേ, പറമ്പിന്നൊക്കെ വരുന്ന വെള്ളമാണ് എന്നല്ലേ. അന്ന് അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു കുഞ്ഞു തോട് പോലെയാണ് ഇതാവണം കേട്ടോ. കണ്ടോ ഈ തെങ്ങ് നോക്കിയേ, ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തെങ്ങും കൂടി വീഴും. ഇതിൻ്റെ ഉള്ളിൽ കുറേ തെങ്ങുകളൊക്കെ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അത്യാവശ്യം നാളികേരം കേട്ടോ അതില്. നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ എടുക്കണം. പക്ഷെ എന്നാലും ആ നാളികേരം നോക്കിയാൽ അമ്മാതിരി നാളികേരം ഉണ്ട്. നീ കയറ്, നീ നന്നായി. ഇവ നന്നായിട്ട് ഇതുപോലെ തെങ്ങ് കയറും. തേങ്ങ ഇടാനല്ലാതെ മാത്രമോ ഇതെങ്ങ് കയറുവോ? ആ തോട്ടിന്ന് വരുന്നത് കണക്ഷൻ ഇങ്ങോട്ടാ. ഞാനില്ല ഈ പരിപാടിക്ക്. ഇത് മറ്റേത് ഈ സാധനത്തിന് പറയണോ കുളവാഴ. ഞാനേ എൻ്റെ വീട്ടിലുള്ള പരിപാടി ഓലട കിടക്കണണ്ട, ആ പ്ലാസ്റ്റിക് കിടക്കുന്നതിന് ആഴം എന്താണ്ടെന്ന് പറയുന്നു. എവിടെ? അത് ലേബലാണ് കിടക്കണേ. അതെ, നമ്മൾ ഇതിന്റെ ആളടക്കാൻ പോകുന്നു. ചെളിയൂട്ടാ, ഇപ്പൊ പ്ലാസ്റ്റിക് ആണ് പോയി. ആർപ്പത്തോടിന്റെ ഈ എൻഡ്, ബാക്കി പിന്നെ ഫുള്ള് തോടുകളാവും. പിന്നെ നമ്മീ കടന്നു വന്നിട്ടുണ്ടല്ലോ അതല്ല, അത് ഈ തോട്ടിൽ നിന്ന് തന്നെ ഒരു ഓവ് ഇട്ടിട്ടിരിക്കണേ, എന്നിട്ട് ഇവിടെ നിന്ന് അടയ്ക്കും. എടാ ഇപ്പുറത്തേക്ക് വാടാ. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി വീണ്ടും തിരിച്ചു വരും. ഞാൻ ഇതുവരെ എത്തിയുള്ളൂ കേട്ടോ. എനിക്കത്ര ധൈര്യമല്ല, കാരണം ചെളിയുണ്ട്. പിഴെടുത്തിട്ടാ
അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്തോണ്ടോ വീട്ടിൽ പോയിട്ട് വിറകത്തി. എന്താ ഐഫോണാണ്. ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കണം കേട്ടാ. അത് കണ്ട ഇവിടെ ഒരു ഓവ് കണ്ട. ഇവിടുന്ന് ഈ വെള്ളം ഇങ്ങനെ പോവാനാ. പക്ഷെ ഇവിടെ ഫുള്ള് തടസ്സമായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ കുളവാഴി സാധനങ്ങളൊക്കെ. കുറേശ്ശേ വെള്ളം പോകണുള്ളൂ. ചെടികളാണ്. അത് ഞാൻ കണ്ടു. കുഞ്ഞു ഞണ്ടാ വായോ. ഇവിടെ കണ്ട പുൽത്തകിടി പോലെയാണ് കേട്ടോ ഈ പുല്ലുകൾ. നല്ല രസമുണ്ടല്ലോ കാണാൻ. പുൽത്തകിടി പോലെ തന്നെ ശരിക്കും ഗ്രാമീണതാന്നൊക്കെ പറയില്ലേ, അതാണ് ഈ കാണുന്നത്. എന്ത് രസം കാണാൻ. ആ വീടുകള്. ഇതെന്ന് പറഞ്ഞാല് പുതിയ ഹൈവേയുടെ വേറൊരു കല്ലാണല്ലോ. പുതിയ ഹൈവേ നമുക്ക് പാസ്സാവുന്നുണ്ട്. അതിന് എസ്റ്റിമേറ്റ് ഉള്ള സ്ഥലമാണിത്. ഒന്ന് ഇവിടെ പിന്നെ അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. അപ്പൊ വലിയ ഹൈവേ ആണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ നിലവിൽ ഈ റോഡും നമ്മൾ സ്ട്രൈറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തും അഴീക്കോട് വരെ ഉള്ള റോഡാണത് അല്ലേ. പാലം പണിതുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തേക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് കടലിനോട് ചേർന്നായതുകൊണ്ട് ഒരു ഹൈവേ ഇവിടെ വരുമോ എന്നാണ് എന്റെ സംശയം. കാരണം കടലൊരു വിധം എടുത്തു പോകുന്ന ഹൈവേ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് സംസാരം 10-20 കൊല്ലായിട്ട് സംസാരിക്കുന്ന ഹൈവേ ആണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മുനമ്പത്തേക്ക് പാലം വന്നു കഴിഞ്ഞാല് ഈ മുനമ്പത്ത് നിന്ന് ആ റോഡ് നേരെ പോണത് പുതുവൈപ്പിന് അങ്ങനെ കയറി വൈപ്പിലേക്ക്. അവിടുന്ന് ജങ്കാറ് കയറിയ ഫോർട്ട് വെച്ചു. അവിടുന്ന് വീണ്ടും വഴിയുണ്ട്. കുളങ്ങി ചെല്ലാനം വഴി ആലപ്പുഴയ്ക്ക് എത്താം. തന്നെ അർത്തുങ്കള പള്ളി ഒരു TN രജിസ്ട്രേഷൻ വീണ്ടും പോണട്ടാ. ഫുള്ള് തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് ഇവിടെ. കേരളം ഉണ്ട്. ജില്ലയായിട്ട് കണക്റ്റഡ് ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ഈ പാലം കൂടി വന്നു കഴിഞ്ഞാല് തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും കണക്ഷനായി. കൊച്ചി കഴിഞ്ഞിട്ട് ചേർത്തല എന്ന് പറയുന്ന ആലപ്പുഴയാണ്. അത്രയും പ്രാധാന്യം ഇല്ലേ അപ്പൊ ഈ റോഡിന്? വലിയ റോഡാവല്ലേ. അതല്ല ഞാൻ ചോദിക്കുന്നത്, കടലിനോട് ഇത്രയും അടുത്ത് ചേർന്നിട്ട് ഉണ്ടാവുമോ എന്നാണ് എന്റെ സംശയം. കുറച്ചും കൂടി മാറിയിട്ടല്ലേ വരുന്നത്. ചില കടലിൽ നിന്ന് ഇങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ കയറുന്ന ഒരു അവസ്ഥ വരും. പ്രൊട്ടക്ട് ചെയ്യും. ആരാണ് പ്രൊട്ടക്ട് ചെയ്യണത്? ഇതുവരെ ഒരു പ്രൊട്ടക്ഷനും ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് വന്നിട്ടില്ല. പിന്നെ ചെല്ലാനം ഭാഗത്തൊക്കെയാണ് വലിയ വലിയ കടൽ ഭിത്തികളൊക്കെ മറ്റേ ടെട്രാപോഡ് പോലുള്ളതൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇതുവരെയായിട്ടും പൊക്കളങ്ങാട് ഭാഗത്തൊന്നും ഇതുപോലെ കടൽ കയറിയിട്ടൊന്നും ഒരു ഇതും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഏത് കാലത്ത് ഇത്രയും സംരക്ഷണം വരാനോ? നമുക്കും വേണ്ടേ നല്ല ബീച്ചുകൾ. ഇപ്പൊ മുഴപ്പിലങ്ങാടിയിലൊക്കെ നല്ല ബീച്ച് ആയിട്ടുണ്ട്. ഡ്രൈവിംഗ് ബീച്ചിൽ അവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം കഴിഞ്ഞൊന്നും അറിയില്ല. ഈ പറഞ്ഞ പോലെ ചെല്ലാനത്ത് ശരിയാണ്, വാക്ക് വേ ഒക്കെ ഇട്ട് അടിപൊളിയാക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ ബീച്ചുകളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജില്ലയിലും സൂപ്പറാവണ്ടേ. പഴയക്കൂട് ബീച്ച് പലയിടത്തും കടൽ കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും തൃശ്ശൂർ ഇതുപോലെ ഒന്നും വന്നിട്ടില്ല കേട്ടാ. നമ്മളാ വീട്ടിലെ പ്രാവ്, നേരത്തെ ഒരു പ്രാവുകൾ ഉണ്ടായിരുന്നു. അവന് പ്രാവിനെ കാണാൻ വേണ്ടിയിട്ട് കുതിച്ചു വന്നത്. പക്ഷെ പ്രാവുകളൊക്കെ ഉറങ്ങി. ഇനി അതിനൊക്കെ കൂട്ടിലാക്കി. ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, മറ്റേ ഇതിന്റെ ഹറപ്പേട അവിടേക്ക് പോയിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇതിലിറങ്ങി കുളിക്കുന്നുണ്ട് കേട്ടാ. ഒരു ജോഡി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിയേനെ. പക്ഷേ ഇത് ജീൻസ് ഇട്ടിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കിനി ബസ്സിലാണ് പോണത്. വണ്ടിയായിട്ടല്ല ഞാൻ വന്നത്, ബസ്സിലാണ് വന്നത്. അപ്പം എന്തായാലും ഇറങ്ങിയിട്ട് കാര്യമില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഷാസിന് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അങ്ങോട്ട് പോകാം. അല്ല ഇറങ്ങി കുളിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് തോന്നാത്ത രസം. പക്ഷെ അത് നല്ല കേട്ടാ. ശരീരത്തിൽ ഈ അണുക്കളൊക്കെ ഇതാക്കാനൊക്കെ അത് നോർമൽ ചാട്ടാടോ. അവിടെ നല്ല രസമായിട്ടാ കാണാൻ. എനിക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം. ക്ലിപ്പ് ചെയ്യേ, വീഡിയോ എടുക്കാം. ഇങ്ങനെ ചാട്, ഇങ്ങനെ ഈ ചാട്. എന്നിട്ട് ചാനലിന്റെ പേര് പറയാം. അതിനെ പിടിച്ച് കയറ്റാറിയാലും. അയ്യോ കൈ പിടിക്കേ. ഞാൻ പിടിക്കോ? ആ വേറെ എന്താ പേര്? ഏയ് ചാട് കേട്ടോ. ആ ചാടി. ചാടലും നീന്തലും കഴിഞ്ഞു. നല്ല രസമുണ്ട് വെള്ളത്തിൽ. നല്ല ഉപ്പ് രസം കേട്ടോ വെള്ളം. ചാനലിന്റെ പേര് AV Vlogs by അശ്വതി. പോയി കണ്ടോട്ടാ. എല്ലാം മനസ്സിലായ? എന്ത് ഒന്നും മനസ്സിലായില്ല അല്ലേ? ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുവരെ കൂടെ ഉണ്ടാവും.
ആ ചെക്കന്മാരത്ര ഹൈറ്റ് അതിൻ്റെ ഹൈറ്റില്ല. അയ്യോ. അപ്പോൾ ഇവിടെ ബീച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ആളുകൾ കടലിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒപ്പം അറപ്പയിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഇവിടെ മറ്റു വെള്ളം കുറവായ കാരണം അധികം കടലിലേക്ക് വെള്ളം പോകുന്നതല്ലേ. വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ ഫോണിൽ സെർച്ച് ചെയ്യണം കേട്ടോ. വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ ഫോണിൽ സെർച്ച് ചെയ്യണം. എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റിയിടാ. അവിടെ തെങ്ങ് മീനെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് ഇവർ കയറി ചാടുന്നത്. വഴിയൊക്കെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തമ്പാങ്കടവ് ബീച്ചിൽ അറപ്പാട് ഭാഗത്താണ് കേട്ടോ. ഒരുപാട് വൈറലായിട്ടുള്ളൊരു സ്ഥലം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഇവിടെയാണുള്ളത്. അപ്പോൾ അതെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് പേര് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഇതേ കടലും തോടും കൂടി ചേരുന്ന ഒരു ഭാഗം. അപ്പോൾ ഇനി നമ്മളിനി എങ്ങനെ പോകണം അടുത്തത്? ഇനി ചിലങ്ക. ഇനി ഇവിടുന്ന് നമ്മുടെ കടലിനോട് പാരലായിട്ടുള്ള റോഡുണ്ട്. അപ്പോൾ ആ റോഡ് വഴി പിന്നെ ഡ്രൈവ് ചെയ്യാം. അപ്പം അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടോ. ഗോപുര ചാർജ് തീരാറായി. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല കാറ്റുണ്ട്. അടിപൊളിച്ചോ ഇവിടെ വെള്ളം ഇപ്പം കുറച്ച് ഇതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ വെള്ളം നേരെ കടലിലേക്ക് നല്ല രീതിക്ക് ഒഴുകി പോവും. അപ്പോൾ ഇതേ ആ സൈഡിൽ കൂടെ മാത്രമേ വെള്ളം അങ്ങോട്ട് പോകണുള്ളൂ. അപ്പോൾ എന്തായാലും സ്നേഹതീരം ബീച്ചിൽ പാർക്ക് ഏരിയയിലൊക്കെ വരുന്നവർ എന്തായാലും ഇവിടെയും കൂടി അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചുള്ള ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്ററുള്ള ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെയും കൂടി വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകട്ടെ. ഇതിലൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതേ കടലിനോട് ചേർന്നിട്ടുള്ള റോഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കേട്ടോ എന്താണ് ആകെ ബ്ലോക്കാണല്ലോ. എന്നാലും ഇവിടെയൊക്കെ വീടുകളുണ്ട് അല്ലേ. ഈ കാണാത്ത റിസോർട്ട് പോലത്തെ ബീച്ച് എന്ന് പറയുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. അതെ ഇപ്പോൾ വാടാനപ്പള്ളിയിലേക്ക് ആയില്ലേ. ഇവിടെ പുതിയ റൈഡിങ് ഉണ്ട് കേട്ടോ. അതെ കണ്ടോ പുതിയ റൈഡിങ് ഒക്കെ ഉണ്ട്. എന്താ സ്റ്റേബിൾ. അപ്പോൾ ചിലങ്ക ബീച്ചിൽ വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലാണ് കണ്ടിരിക്കുന്നത്. ബീച്ചിലാണ് കേട്ടോ ഇത് കുതിര റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ മാതിരി നല്ല ആളുകൾ ഇതുപോലത്തെ സൗകര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലേ. പണ്ടൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ആളുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബ്ലോഗ് ഇവിടെ തീരാണ് കേട്ടോ. ഇനി ഒരു ചായ കുടിക്കാണ്ട് ചെറിയൊരു ചായ കുടിച്ചിട്ട് വാടാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബീച്ചിലേക്ക് നമ്മുടെ നാഷണൽ ഹൈവേയില്ലേ ഏത് മുംബൈ പൻവേല് നാഷണൽ ഹൈവേ തൃശ്ശൂരേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ വാടാനപ്പള്ളി സെന്റർ. പടിഞ്ഞാട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏത് ഇവിടെ വേണേലും പടിഞ്ഞാട്ട് എടുത്താൽ ബീച്ചിലെത്തും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഷാസിൻ്റെ ചാനലിൽ പുതിയ വീഡിയോസ് ഒക്കെ വരും. ലിങ്ക് താഴോട്ടോ. നീ ഇവിടെ പോയിട്ട് വീഡിയോ എടുത്തോളാം, എടുക്കാതിരിക്കരുത്. ഞാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ. ബൈ.